ഹലോ ദില്ലിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ HIV എയ്ഡ്സിനെ കുറിച്ച് ഒരുപാട് പേർക്ക് തെറ്റായ അഭിപ്രായമാണുള്ളത്. നിങ്ങൾക്കറിയാവുന്ന ആർക്കെങ്കിലുമോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും HIV ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ എങ്ങനെ സഹായിക്കാം? ഇന്ത്യയിലുള്ള മിക്കവാറും HIV ബാധിതർക്ക് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരെ സമൂഹത്തിൽ പക്ഷാഭേദത്തോടുകൂടി എല്ലാവരും കാണുന്നു എന്നതാണ്. കുടുംബത്തിൽ, സമൂഹത്തിൽ, പള്ളിക്കൂടത്തിൽ, ജോലി ചെയ്യുന്നിടത്ത് ഇവിടെയൊക്കെ HIV ബാധിതർക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വരുന്നു. HIV ഒരു രോഗം മാത്രമാണ്. ഇത് ലൈംഗിക ബന്ധങ്ങളിലൂടെയോ രക്തദാനം സ്വീകരിക്കുമ്പോഴോ അല്ലെങ്കിൽ സിറിഞ്ചിലൂടെയോ അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിന് അമ്മയിൽ നിന്നും ഇങ്ങനെയൊക്കെ മാത്രമേ ഈ രോഗം പകരൂ എന്നത് എല്ലാവരും മനസ്സിലാക്കണം. ഒന്നിച്ച് ജീവിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു വീട്ടിൽ കഴിയുന്നത് കൊണ്ടോ ഒരു തട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ടോ ഒരു ബാത്റൂം യൂസ് ചെയ്യുന്നത് കൊണ്ടോ കെട്ടിപ്പിടിക്കുന്നത് കൊണ്ടോ തുമ്മുന്നതുകൊണ്ടോ ഒന്നും ഇത് ബാധിക്കുന്നതല്ല, പകരുന്നതുമല്ല. അതായത് PLHA നെറ്റ്വർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ താലൂക്ക് ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഉണ്ട്. ഞങ്ങൾ HIV ബാധിതരായ വ്യക്തികളെ ഈ നെറ്റ്വർക്കിൽ ചേരുവാൻ വേണ്ടി നിർദ്ദേശിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ബാധിക്കപ്പെട്ടവർ തമ്മിൽ കണ്ടുമുട്ടുവാൻ സാധിക്കും. മറ്റൊന്ന്, ആന്റി റെട്രോ വൈറൽ തെറപ്പിയാൽ HIV ബാധിതരുടെ മേൽ പക്ഷാഭേദം കാണിക്കുന്നു എന്നത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. മുൻപൊക്കെ HIV ബാധിതർ ചികിത്സ കിട്ടാതെ മരിച്ചു പോകാറാണ് സാധ്യത. അവരുടെ ശരീരഭാരം കുറഞ്ഞ് ക്ഷീണിച്ച് വല്ലാതെയായിത്തീരുന്നു. ഈ ARTയിലൂടെ അവർക്ക് ആരോഗ്യം വീണ്ടു കിട്ടുന്നു. വീണ്ടും സമൂഹത്തിലെ മുഖ്യമായ ഒരു അംഗമായി അവർ ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ HIV ബാധിതരെ പക്ഷാഭേദത്തോടെ നോക്കുന്നത് വളരെയധികം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ ഈ രോഗം അത്രയധികം അപകടകാരിയാണെന്ന് ഇപ്പോൾ കരുതുന്നില്ല. അപ്പോ എനിക്കറിയാവുന്ന ആർക്കെങ്കിലും അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരിൽ ആർക്കെങ്കിലും HIV ഉണ്ടെങ്കിൽ അവരെ എനിക്ക് ഏതെല്ലാം വിധത്തിൽ സഹായിക്കാൻ കഴിയും ഡോക്ടർ? ഇങ്ങനെ രോഗബാധിതരായ വ്യക്തിക്ക് നിങ്ങൾ നിങ്ങളുടെ സഹായഹസ്തം ആദ്യം നീട്ടേണ്ടതാണ്. ഏത് സാഹചര്യത്തിലും അവരെ സഹായിക്കുവാൻ നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാവും എന്നത് അവരെ മനസ്സിലാക്കിപ്പിക്കണം. മനോരീതിയായി അവർ വളരെ തളർന്ന അവശരായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ സഹായിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതെപ്പോഴും തുടരുകയും വേണ്ടതാണ്. അവരെ ആശുപത്രിയിലോ ഡോക്ടറുടെ അടുത്തോ ഞങ്ങളെപ്പോലെ NGOസിന്റെ അടുത്തോ കൂട്ടിക്കൊണ്ടുവന്ന് കൗൺസിലിംഗ് കൊടുക്കണം. അതുമല്ല, നെറ്റ്വർക്ക് ചികിത്സകൾക്ക് അവരെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോകണം. HIV ബാധിതനായ ഒരു മനുഷ്യന് ഈ സമൂഹത്തോട് തന്റെ അനുഭവങ്ങൾ എടുത്തു പറയാവുന്നതാണ്. ഇങ്ങനെ പല രീതിയിലും HIV ബാധിതരെ സഹായിക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഉത്തമമായ കാര്യവും ദില്ലിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിൽ വളരെ നന്ദി ഡോക്ടർ. HIV രോഗബാധിതർക്ക് എങ്ങനെയെല്ലാം സഹായിക്കാമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിൽ വളരെ നന്ദി ഡോക്ടർ. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നന്ദി. ഹലോ